മച്ചാനെ കഥ റെഡി ആയിട്ടുണ്ട്. കഥയൊന്നും കേൾക്കാൻ സമയമില്ല. ഈ പറമ്പിൽ 2 മരം മുറിക്കാണ്ട്. നീ പോയിക്കോ ഇവിടുന്ന്. അതൊക്കെ പിന്നെ വട്ടാ, നീ ഇവിടെ വാ, വന്നിരിക്കും. നീ ഇത് കേട്ടിട്ട് പോയാ മതി, വാടാ. ഓ പണ്ടാരം, ഇവിടെ പണിക്കാരൊക്കെ നോക്കിയിരിക്കും, നീ കണ്ടില്ലേ? അതൊന്നും കുഴപ്പമില്ല. എടാ ഞാനേ ഭയങ്കര സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു കഥയാണ് കേട്ടാ, നീ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പ്രകൃതിനെയും ആദിവാസികളെ ഒക്കെ പറ്റി പറയണ്ടായില് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ടൊന്നുമില്ല. അവര് കാടിൻ്റെ മക്കളാണ് അവര്. എന്താണ്, അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സന്തോഷമായിട്ട് സെറ്റപ്പായിട്ട് നല്ല സന്തോഷത്തോടെയാണ് അവർ കഴിയുന്നത്. അതൊരു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. നമ്മളെ മാതിരിയൊന്നുമല്ല, പരസ്പര ഐക്യത്തോടെയും സെറ്റപ്പായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ് അവർ. ഞാനിപ്പോൾ നമ്മുടെ നായകൻ്റെ പേര് ഈയപ്പൻ വന്നിട്ടാണ് നമ്മുടെ നായകൻ. അവനൊരു 5 പാവമാണ്, പാവം പിടിച്ചൊരു ചങ്ങായി. പിന്നെ ഈയപ്പൻ്റെ അമ്മൻ്റെയും അവൻ്റെ അപ്പൻ്റെയും അവൻ്റെ ഒക്കെ അടുത്ത് നിന്ന് അവൻ കാട്ടർ പിടിച്ചു മരം കയറാൻ. കൂട്ടുകാരപ്പം മരം കയറിയിട്ടും ഓടിക്കളിച്ച് കുറക്കാലം കഴിഞ്ഞപ്പോൾ അവൻ വലിയ ആളായി. ഒക്കാൻ പഠിച്ചു. അവൻ്റെ അമ്മൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഓടിച്ച് അവൻ ചാടിയിട്ട് മരം കയറി അങ്ങനെ വലിയ ആളായി അവൻ. പിന്നെ വേറെ സംഭവം പറയാം, ഇവിടെ വാ. എടാ അവനക്ക് വേറെ അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, പേര് കുറച്ച് അഴക് എന്ന് പറഞ്ഞിട്ടൊരു പേര്. അവളൊരു 1.5. പിന്നെ അവർ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അവർ തമ്മിലെന്ന് പറഞ്ഞാൽ പിരിയാൻ പറ്റാത്ത സ്നേഹത്തിലായിരുന്നു. കാടും പുഴയും കാട്ടുപഴങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള വേട്ടയും നിറഞ്ഞായിരുന്നു അവരുടെ ജീവിതം. അവരങ്ങനെ ഫുള്ള് ഒരുമിച്ച് വേട്ടയ്ക്ക് പോകും. കാട്ടു ജീവിതം ഫുള്ളൊരു വേട്ട, കാട്ടുപഴം പറിച്ചിട്ടൊക്കെ ഒരു ജീവിതം. അങ്ങനെ ഒരു മാമ്പഴക്കാലമായി. നമ്മളറിയില്ലടാ, മാമ്പഴക്കാലത്ത് അവർക്ക് എന്ത് ചെയ്ത് ഒരു വട്ടവളയെ എന്നുള്ളൊരു മകൻ ഉണ്ടായി, ഒരു ആൺകുട്ടി. അവന് ഈയപ്പൻ എന്ത് ചെയ്ത്, അവൻ്റെ മുമ്പ് അവൻ്റെ അച്ഛനൊക്കെ പഠിപ്പിച്ച ഈയപ്പന് അവനക്ക് കാടിന് നിയമം, കാട്ടറിവ്, വേട്ടയാടാനും എല്ലാത്തിനും എല്ലാം പഠിപ്പിച്ചു അവൻ. പക്ഷെ അവനക്ക് മെയിനായിട്ട് അവൻ പഠിപ്പിച്ചത് സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അതാണ് മെയിൻ വേണ്ടത്, സ്നേഹിക്കാനാണ് അവൻ ഏറ്റവും നന്നായി പഠിപ്പിച്ചത്. പിന്നെ കുറേ കാലം കഴിഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ഈയപ്പന് കൂട്ടായിട്ട് അവരുടെ 9 മക്കളും, നല്ല വട്ടവളയെന്നുള്ളൊരു 9 മക്കളും ഉണ്ടായി. പിന്നെയാണ് ഇവിടെ നിന്നാണ് ഭയങ്കര പിന്നെ നമ്മുടെയൊക്കെ ഒരു വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാർ, അവന്മാരെന്ത് ചെയ്ത് പോയിട്ട് ഈയപ്പൻ്റെ കാട് വെട്ടി നശിപ്പിച്ച് പിന്നെ അതിനെതിരെ ശബ്ദിച്ചിട്ട് ഈയപ്പൻ്റെ മക്കളിനെ 9 മക്കളെയും പോലീസ് കൊണ്ടുപോയി. ഇതുവരെ അവന്മാർ കണ്ടിട്ടില്ല, പാവം. പോലീസ് അങ്ങനെ കൊണ്ടുപോയി അവന്മാരനെ. പിന്നെ അവരുടെ കുടിൽ പൊളിച്ച് കളഞ്ഞു ഒക്കെ അവരാകെ ഇതാക്കി. പിന്നെ ഇപ്പോൾ ഇന്നുണ്ടല്ലോ, ഇന്ന് ഈയപ്പന് പാവം പട്ട് കളവനാണ് ഈയപ്പൻ്റെ കുടുംബം. ഈയപ്പന് വേസനായി, കുടുംബം ഒക്കെ അങ്ങനെ ഒരു വേസരായി. ഇപ്പം അവൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈയപ്പൻ. അങ്ങനെ നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി, തലമുറൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നൃത്തം. നല്ല സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയം. പ്രകൃതി സംരക്ഷണവും ആദിവാസികളും ഭയങ്കര റെലവൻ്റായ വിഷയം. പ്രകൃതിയെ വകവെക്കാതെയുള്ള വികസനങ്ങൾക്കെതിരെ നമുക്കൊക്കെ പോരാടണം. ഞാൻ പണ്ടേ ഒരു പ്രകൃതി സ്നേഹിയാടാ. ആണോ? ഞാനും ഭയങ്കര പ്രകൃതി സ്നേഹിയാണ്.